എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ ഏകദേശം ഒരു 110ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പിന്നെ 175ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ GK ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഒരു PSC എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിലെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എക്സ്പാൻഷൻ ഓഫ് ETC ഈസ്. എന്താണ് എക്സ്പാൻഷൻ? എക്സെട്ര ആണ് അല്ലെ. അതിന് സ്പെല്ലിംഗ് എങ്ങനെയാണ്? എക്സെട്ര ആണ്. ET ആണ്. ETCETERA എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതില് ചെറുപ്പ്, ട്വിറ്റർ, ഫീറ്റ്, ട്വിസ്റ്റ്. ഇതിലെ ഏതാണ് ഓഡ് വൺ? ടി ആണ് അല്ലെ. ബാക്കിയെല്ലാം കിളികൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. എങ്ങനെയാണ് അതിൻ്റെ ടാഗ് വരിക? ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ടാഗ് വരുന്നത് എന്താണ്? ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ എന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ് ആൻസർ വരിക? ഷാൽ വി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചിൽഡ്രൻ. എന്താണ് ആൻസർ വരിക? ആൻസർ സി, ഹൂ. ജോൺ ഈസ് ദ മാൻ. ആരാണോ അയാൾ, സേവ്ഡ് ദ ചിൽഡ്രൻ, ആ കുട്ടിയെ രക്ഷിച്ച ആൾ ആരാണോ അതാണ് ജോൺ അല്ലേ. ഇഫ് ഐ വർ യു ഐ ഡാഷ് ജംപ് ഓഫ് ദ റോക്ക്. അപ്പൊ എന്താണ് പറയാ? ഐ വുഡിന്റ് ജംപ് ഓഫ് ദ റോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവ്രിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്. എങ്ങനെയാണ് ചെയ്യുക? ഡോണ്ട് ദേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാലിക്കറ്റ് ഈസ് ഡാഷ് ദാൻ കണ്ണൂർ. കാലിക്കറ്റ് ഈസ്, അത് ഒരു കമ്പാരിസൺ ആണ് അല്ലെ. ഫാർദർ. ഇപ്പൊ കമ്പാരിസൺ ആവുമ്പോ ഏത് ഡിഗ്രിയാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ പ്രൊമോഷൻ. ഷീ വിൽ ഹാവ് റിസീവ്ഡ് ഹെർ പ്രൊമോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡു യു വിഷ് ഡാഷ് now or later. Wish to start now or later. The rat race among the leaders is revolting. Means answer C ആണ്. Fierce competition for power. Next question. This is the place dash Gandhiji lived. ഇതാണ് പ്ലേസ് വേർ അല്ലെ. എവിടെയാണോ ഗാന്ധിജി ജീവിച്ചത് അതാണ് ഈ പ്ലേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ. ദ കബനി റിവർ, ആ പർട്ടിക്കുലർ റിവർ ആണ് അല്ലെ. അതിന്റെ ബാങ്ക്സിലാണ് ഏത്? തിരുനെല്ലി ടെമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിപ്പോർട്ട് ദ സെന്റൻസ് we will pay for the damage. ആൻസർ എന്താണ് വരിക? we offered to pay for the damage. Next question. Ombrophobia related to rain ആണ് കേട്ടോ. Change to passive. Michu is singing a western song. അപ്പൊ എങ്ങനെയാണ് അത് പാസീവ് ആക്കുക? എ വെസ്റ്റേൺ സോങ് വാസ് സങ് ബൈ മിച്ചു. അങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇതില് ആൻസർ ഇല്ല. ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നൺ ഓഫ് ദ എബവ്. വിച്ച് വേർഡ് ഈസ് മിസ്സ്പെൽഡ്? അത് ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആന്റണിം ഓഫ് ഫിക്കിൾ ഈസ്.
Answer B, constant. Next question. He dashed to her until she agreed to help. He made up to her until she agreed to help. Next question. Synonym of quivive is. Answer C, alert. Next question. A date or time before which a particular task must be finished. Answer D, deadline. Next മലയാളമാണ്. ശ്ലഷ്ണ ശിലാശില്പം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ശ്ലഷ്ണശില കൊണ്ട് നിർമ്മിച്ച ശില്പം. പദച്ചേർച്ച കണ്ടെത്തുക. അന്ത്യത്തിൽ. അന്ത്യം പ്ലസ് ഇൽ, അന്ത്യത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ശരിയായ പദം ഏത്? കൈച്ചെലവ് എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? കൈച്ചെലവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതു വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഈ വാക്യം ശരിയായി എഴുതുക. എങ്ങനെയാണ്? വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? താൻ സന്നദ്ധ, പിന്നെ താൻ എന്ന് പറയണ വേണ്ട. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേർത്തെഴുതുക. ഉത്ത് പ്ലസ് മുഖം. ഉത്ത് പ്ലസ് മുഖം ഉന്മുഖം. നെക്സ്റ്റ്. വിനയച്ചത്തിന് ഉദാഹരണം. പേരച്ചവും വിനയച്ചവും അറിയാലോ അല്ലെ? ഏതാണ് ഉദാഹരണം? കാണാൻ പോയി. വിനയച്ചതിന് ഉദാഹരണം കാണാൻ പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത്? ആൻസർ ഡി, ഊണിന് കൃത്യം വാക്കിന് സത്യം. നിർദ്ദയം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. നിർദ്ദയം എന്ന് പറഞ്ഞ ദയയില്ലാതെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സദയം, ദയയോട് കൂടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേദ പാരംഗതൻ. ഈ പദം എങ്ങനെ വിഗ്രഹിക്കാം? വേദത്തിൽ പാരംഗതനായവൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കുള്ള ഊർജം. താങ്ക് യു ഫോർ വാച്ചിങ്.